ഹലോ ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അരിയും കൊണ്ട് കൊഴുക്കട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചോറുണ്ടാക്കുന്ന നെല്ലുകുത്തി അരി തന്നെയാണ്. അതിന് ഒരു ഗ്ലാസ് അരിക്ക് പാകമായിട്ടുള്ള വെള്ളം ഒഴിച്ചു. ഇത് എനിക്ക് നാളത്തേക്കാണ് വേണ്ടത്, നാളെ രാവിലത്തേക്കാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ തലേദിവസം രാവിലെ വെള്ളം ഒഴിച്ച് വൈകുന്നേരമാണ് ഇത് ഞാൻ അരയ്ക്കുന്നത്. നമ്മൾ രാവിലെ ഇട്ട അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ തന്നെ 2-3 വെള്ളത്തിൽ കഴുകി എടുത്ത അരി തന്നെയാണിത്. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം. ഞാനതിൽ കുറച്ച് അരി എടുത്ത് ഞാൻ മിക്സിയിലേക്ക് പകർന്നിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. തരി തരിയായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണിത്. അത് തരിയായിട്ട് അരച്ചേക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ഇട്ടു. പെരുംജീരകമല്ല, ചെറിയ ജീരകം ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തേങ്ങ, ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കണം. അതിൽ തേങ്ങയും ഇട്ട് നന്നായിട്ട് അത് നമ്മൾ യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം വെച്ചു, അതിൽ വെള്ളമുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചു പാത്രം വെച്ചു. ഇത് നമ്മുടെ സെക്കൻഡ് പാത്രം അതിൽ ഇറക്കി വെച്ചു. ഇതിലേക്കാണ് നമ്മൾ കൊഴുക്കട്ടയ്ക്കുള്ള ഉണ്ട ഉരുട്ടി വെക്കുന്നത്. ഓക്കെ, ഇതേ നമ്മുടെ പാത്രത്തിലേക്ക് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നേരെ അടപ്പെടുത്ത് അടച്ചു വെക്കുക. പണ്ട് ചെറുപ്പത്തിൽ ഞാനിത് കുറേ കഴിച്ചിട്ടുണ്ട്. കാരണം 4 മണി സമയത്ത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അമ്മ ഇത് ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെയാണ് ഇത് ഞാൻ പഠിച്ചത്. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയും ബീഫ് കറിയും മട്ടൻ കറിയും ഒക്കെ ഇതിനകത്ത് നമുക്ക് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.